ഇന്ന് പിശാചിനെ ആരാധിക്കുന്ന അനവധി സംഘടനകളുണ്ട് ലോകത്ത്. പിശാചിനെ ആരാധിക്കുന്ന അവർക്ക് ആരാധനാലയങ്ങളുണ്ട് ലോകത്ത്. പിശാചിനെ ആരാധിക്കുന്ന ആരാധനാലയങ്ങളുണ്ട് ലോകത്ത്. പിശാചിനെ ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ ലോകത്തുണ്ട്. ആരാണ് ആ ആരാധനാലയങ്ങൾ ലോകത്താദ്യമായി സ്ഥാപിച്ചത്? യൂറോപ്യൻസ്. പിന്നീട് ഏഷ്യയിലേക്ക് അവർ കൊണ്ടുവന്നു. ഇപ്പോൾ ഏഷ്യക്കാരും ചില ഏഷ്യക്കാരൊക്കെ അതിനടിമകളായിട്ടുണ്ട്. ഇപ്പൊ ലൂസിഫറുടെ ആരാധനാലയങ്ങൾ ആരാ? ലൂസിഫർ ആരാ? ഇബ്ലീസ്. ലൂസിഫർ ആരാധിക്കുന്ന ആരാധന തുടങ്ങിയത് എവിടെയാ? യൂറോപ്യൻ എക്കാലത്തും ലൂസിഫർ ആരാധിച്ചിട്ടുണ്ട്. എക്കാലത്തും ഏഷ്യക്കാരില്ല. ഇബ്ലീസിനൊരു ആരാധനാലയം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല 20-ാം നൂറ്റാണ്ടിലല്ലാതെ. വേദകാലത്തോ ശേഷോ ഇല്ല. ദ്രാവിഡന്മാർ ഇബ്ലീസിനെ ആരാധിച്ചിട്ടില്ല. ആര്യന്മാർ ഇബ്ലീസിനെ ആരാധിച്ചിട്ടില്ല. എന്നാൽ ആരാധിച്ചിട്ടുണ്ട് ആര്? യൂറോപ്യന്മാര്. ഇപ്പോഴുണ്ട്. 20-ാം നൂറ്റാണ്ടോടുകൂടെ ഏഷ്യയിലും വന്നു. നിങ്ങളൊരു ജനതയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കണം. അവരുടേതായിരുന്നു ഒരു കാലത്ത് ലോകം. അത് പൊളിച്ചു. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിനെ അവർ അംഗീകരിക്കൂല. എന്തുകൊണ്ട്? അവരെ താല്പര്യത്തെ പൊളിച്ചു കഴിഞ്ഞു. വെളിച്ചവിടുന്ന് കത്തിച്ചു. അവിടെ ഇരുട്ടട നീക്കി. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ലോകത്തിന് വെളിച്ചം കിട്ടൂല. ഇപ്പോൾ മലയാളികൾ മാറി, ഇന്ത്യക്കാർ മാറി. ഇന്ത്യക്കാർക്ക് ഒരു പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയാണ് ഇപ്പോൾ ആര്? ലൂസിഫർ. ഇന്ത്യക്കാർക്ക് ഒരു പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയാണ് ഇപ്പോൾ ലൂസിഫർ. ലൂസിഫർ ആരാധിച്ചതാരാ? യൂറോപ്യൻസ്. ഏത് കാലത്തും ലൂസിഫർക്ക് വേണ്ടി വേദഗ്രന്ഥം ഉണ്ടാക്കിയതാരാ? യൂറോപ്യൻസ്. ഒരു വേദഗ്രന്ഥം വന്നിട്ടുണ്ട്. വേദഗ്രന്ഥം ആർക്ക് വേണ്ടി? ലൂസിഫർക്ക് വേണ്ടി വേദഗ്രന്ഥം വന്നിട്ടുണ്ട് ലോകത്ത്. ബ്രിട്ടീഷുകാരുണ്ടാക്കി. ഉണ്ട്, വെറുതെ പറയല്ല. ഇപ്പൊ പറഞ്ഞുതരൂല്ല, അതൊക്കെ പിന്നെ പറഞ്ഞുതരുള്ളൂ. ഇബ്ലീസിന് വേണ്ടി വേദഗ്രന്ഥം വന്നിട്ടുണ്ട്. പലതുമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ മനസ്സും മാറി. പക്ഷേ അത് ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല. ലൂസിഫർ എന്നെ ആരാധിക്കുക എന്നത് ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല. ഒരിക്കലും ഹിന്ദുക്കൾ അത് അംഗീകരിക്കൂല, ഒരിക്കലും ക്രിസ്ത്യാനികൾ അംഗീകരിക്കൂല. പക്ഷെ അത് യൂറോപ്യൻ പ്രൊഡക്റ്റാണ്. എന്നാൽ ലൂസിഫർക്ക് വേണ്ടി എത്ര ആരാധനാലയങ്ങളുണ്ട് ലോകത്ത്? എത്രയോ ഉണ്ട്. മലയാള പാട്ടുകളുണ്ട്, മലയാള സിനിമാ പാട്ടുകളുണ്ട് ഇബ്ലീസിനെ പുകഴ്ത്തുന്ന. മലയാളത്തിൽ സിനിമാ പാട്ടുകളുണ്ട്, ഇബ്ലീസിനെ പുകഴ്ത്തുന്ന പാട്ടുകളുണ്ട് മലയാളത്തിൽ. ഇബ്ലീസിനെ പുകഴ്ത്തുന്ന പാട്ടുകൾ ഇത് ഹിന്ദുവാണ് പാടില്ല. ഹിന്ദുവിൻ്റെതല്ലത്. യൂറോപ്യൻ പ്രൊഡക്റ്റിനെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമും വാരി വലിച്ച് തിന്നുകയാണ്. ഈ പാട്ട് പാടുന്ന മുസ്ലിങ്ങളുണ്ട്, ചിന്തിക്കുന്നില്ല. ഇബ്ലീസിനെ പ്രശംസിക്കുന്ന പാട്ടുകൾ, ഇബ്ലീസിനെ പ്രശംസിക്കുന്ന ഒരു വരി മഹാഭാരതത്തിലില്ല, രാമായണത്തിലില്ല, ബൈബിളിലില്ല, ശത്രുവ, ഖുർആനിലില്ല, ഒന്നിലുമില്ല. പക്ഷേ യൂറോപ്പ് പണ്ടേ ലൂസിഫറുടെ ആളുകളാണ്. ലൂസിഫറിന്റെ ലക്ഷ്യം എന്താ? ഇരുട്ട്. ലൂസിഫർ എന്താ ലോകത്ത് പ്രചരിപ്പിച്ചത്? ഇരുട്ട് തന്നെ. വെളിച്ചം കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എന്താണ് ജനങ്ങളെ, എത്രയേറെ രാജ്യങ്ങൾ ഉണ്ടായിട്ട് 1000, 1500, 1300 കിലോമീറ്ററിൻ്റെ ഇടയിൽ ഈ വേദഗ്രന്ഥങ്ങളൊക്കെ നിലയുള്ള കാരണം എന്താ? ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിക്കി. 1000, 1500 കിലോമീറ്റർ ചുറ്റളവിലാണ് എന്തു വന്നത്? എല്ലാ വേദഗ്രന്ഥങ്ങളും. മിഡിൽ ഈസ്റ്റിലാണ് ഈ വേദഗ്രന്ഥങ്ങളൊക്കെ വന്നത്. ഏതടക്കം? ഹൈന്ദവ വേദങ്ങളടക്കം. ഒരു വേദം യൂറോപ്പിൽ ഉണ്ടാകാഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു വേദം യൂറോപ്പിൽ നിന്ന് വരാഞ്ഞത്? യൂറോപ്പിൽ നിന്ന് വേദം വന്നിട്ടുണ്ട്, പക്ഷെ 20-ാം നൂറ്റാണ്ടിലാണ്. അത് പിശാചിന്റെ വേദമാണ്.